മിണ്ടാരാ. വാ, അടിപൊളി കേട്ടാ. നല്ല സൂപ്പർ മണവും ഒടുക്കത്തെ വിശപ്പും കൂടെ ആയപ്പോഴത്തേക്കും വല്ലാത്ത കോമ്പിനേഷൻ. ഭയങ്കര ചൂട്, വെള്ളത്തിനല്ല കാലാവസ്ഥയ്ക്ക് ഭയങ്കര ചൂട്. വെയിൽ. അപ്പോഴിന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട മീനെ കിട്ടിയിട്ടുണ്ട്. ചൂട എന്ന് വെച്ചാൽ നെത്തോലിയുടെ ഒരു ടൈപ്പ് മീനാണ്. നെത്തോലി കടലിലുള്ളത്, ചൂട കായലിലുള്ളത്, അതേയുള്ള വ്യത്യാസം. കുറച്ച് ഈ ചൂടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പീര പറ്റിച്ചെടുക്കാം. വലിയ ടേസ്റ്റൊന്നുമുള്ള മീനൊന്നുമല്ല, അത് കറി വെച്ചാലും പൊരിച്ചാലൊന്നും അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഈ പീര പറ്റിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തോരൻ വെക്കുന്ന കണക്കത്തൊരു സംഭവം. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം, അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മീൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പീര പറ്റിക്കാം. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. കുറച്ച് പാരമീനുകളും കൂടി ഇരിപ്പുണ്ട്, പക്ഷേ അത് നമ്മൾ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല. അത് പൊരിക്കാൻ കാണാൻ ചെയ്യാം. നമ്മുടെ മെയിൻ പരിപാടി ചൂട പീര പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത് കുറേ തവണ കഴുകണം കേട്ടോ. ഈ ഒരു കലക്ക വെള്ളം കണക്ക് വരുന്നത് ക്ലിയർ ആവുന്നവരെ കഴുകണം. അങ്ങനെ നമ്മൾ ചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരണം. അപ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടിയും ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളേ. ഭയങ്കര കാറ്റ്, അടുപ്പണഞ്ഞു പോകുന്നു. ഓണക്കാറ്റ്, പട്ടം പറത്താനുള്ള കാറ്റ്. ഓക്കെ, എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്കേ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇത് കരിയുന്നതിൻ്റെ മണ്ടയിൽ കയറുന്ന കേട്ടാ. ഇനി ഇതിലോട്ട് നമുക്കേ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതാ നമുക്ക് ഒരു മുറി തേങ്ങയും ഇതാ കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അടിക്കണം. അത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയം കൊണ്ട് ഇത് വെന്ത് റെഡിയായിട്ട് വരും. നമുക്കിത് എന്തായെന്നേ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടമീൻ ചേർക്കണം. പിന്നെ നേരത്തെ മിക്സിയിലിട്ട് അടിക്കാൻ കൊണ്ടുപോയ തേങ്ങയും മഞ്ഞപ്പൊടിയും, പിന്നെ കുറച്ച് മാങ്ങയും, പച്ചമാങ്ങ ചെറുതായിട്ട് പഴുത്താണെങ്കിൽ ഇരിക്കുക, പക്ഷേ നല്ല പുളിപ്പാണ്. കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും നല്ല പുളിയാട്ടാ. കുറേശ്ശെ ചേർക്കാം. കുറച്ച് മീൻ, കുറച്ച് തേങ്ങാപ്പീര, കുറച്ച് മാങ്ങ, പിന്നെയും കുറച്ച് മീൻ. അങ്ങനെ ലെയറായിട്ട് വേണം ഇത് ചേർക്കാൻ.
തേങ്ങാപ്പീര, മാങ്ങ, ലാസ്റ്റായിട്ട് എല്ലാ മീനും കൂടെ ചേർക്കാം. തേങ്ങാപ്പീരയും കൂടി ഇടാം. അവസാനം ബാക്കി വന്ന മാങ്ങയും കൂടി ഇടാം. എന്നിട്ടൊരിളക്ക്. കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ചേർക്കാം. ഒരു കളറില്ല, കാണാൻ ഒരു ഭംഗിയില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ മീനെല്ലാം കൂടെ ഇട്ടല്ലേ, ഉപ്പ് കുറഞ്ഞ് കാണും. കുറച്ചും കൂടെ ഉപ്പും കൂടെ വീഴങ്ങോട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നേരത്തെ ഇട്ടതൊക്കെ ഭസ്മമായി കാണും. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കും സംഗതി സെറ്റാവും. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാലേ നെത്തോലി പൊടിഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ പണി വാളും. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇതിനകത്തോട്ടിട്ട ചൂടയെന്ന് ഒരു ചൂട അവിടെ വീണതാണ്. അപ്പോഴത്തേക്കും ഇതാ ഉറുമ്പുകൾ കൂട്ടത്തോടെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഉറുമ്പുകൾ പെട്ടെന്ന് പണിയെടുക്കുന്ന എന്തിനാണെന്നറിയോ? പണ്ടുള്ളവർ പറയുന്നത് മഴക്കാലം വരാറാവുമ്പോഴേ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാര്യം മഴയത്ത് ഇതിന് ആഹാരം തേടി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇത് കൂട്ടിൽ കൊണ്ട് അത് ശേഖരിച്ച് വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അങ്ങനെ ആയിരിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും താഴെ വീഴുമ്പോഴത്തേക്കും ഉടനെ ഉറുമ്പുകൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അത് ഈ ഒരു മഴക്കാലം ആവാറാകുമ്പോഴാണ് അത് പെട്ടെന്ന് വരുന്നത്, അല്ലെങ്കിൽ ഉടനെ ഒന്നും വരത്തില്ല. ഞാനത് ഇങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും അത് സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഫ്രെയിമിൽ കയറിയെന്നും പറഞ്ഞാൽ തട്ടി വിടണ്ടല്ലേ, കൊണ്ടുപോട്ട് പാവം. കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന വെള്ളം കണ്ട, ഇതും കൂടെ വറ്റണം. വറ്റുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. ഈ നെത്തോലിയിലെ വെള്ളമേ ഇറങ്ങുന്നതിൻ്റെ ഒരു ട്രിക്കുണ്ട്. ഇങ്ങനെ നടുക്കുന്നിങ്ങനെ വകഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഈ നടുക്ക് വന്നിങ്ങനെ ഊറിക്കിടക്കും. എന്നിട്ട് ഈ വെള്ളം തനിയെ വറ്റിയങ്ങ് പോകും. അപ്പം ഈ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയും കഴിയും. എന്തായാലും അടച്ചേ ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. ഒരു കാര്യം മറന്നുപോയി, ഉപ്പൊക്കെ നോക്കാൻ മറന്നുപോയി. മീനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുക. ആ നടുക്കത്തെ വെള്ളം കൂടെ വറ്റിയാൽ മതി. അതെന്തിനാണ് വറ്റുന്നതെന്നറിയോ? അല്ലെങ്കിൽ ഒരുമാതിരി കുഴകുഴാന്നിരിക്കും. ചൂടോട്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഴകുഴാന്നിരിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. ഉപ്പും എരിയും എല്ലാം പെർഫെക്റ്റ് ആട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്നവരിരുന്നാൽ മതി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നത് കേട്ടോ. നല്ലൊരു മണമുണ്ട് കേട്ടോ, ചുമ്മാ പറയുമല്ല. മീനിൻ്റെ ഒരു മണവും പിന്നെ ഈ മാങ്ങയുടെ ഒക്കെ ഒരു മണവും കൂടെ മിക്സായിട്ട് ഒരു പ്രത്യേക ഒരു മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം, മീനിൻ്റെ ഒരു മണം. മീനിൻ്റെ ഒരു മണമോ? എന്തൊരു മണം. നല്ല തീ കത്തുന്നുണ്ട് കേട്ടോ. ഒരു ചിരട്ട ഇട്ട് കൊടുത്ത കേട്ടോ, ഭയങ്കരമായിട്ട് തീ കത്തുന്നു. ഏകദേശം ഒരു 10 മിനിറ്റായി. നടുക്കത്തെ വെള്ളമെല്ലാം ഇതാ വറ്റിതാ തീർന്ന്. മതി, ഇത്രയും മതി. ഇനി ഫുള്ള് വറ്റണമെന്ന് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിപ്പോവും. ഭയങ്കര വിശപ്പുമായി. ഇപ്പോൾ സമയം 1:30 ആയി. എന്തായാലും നമുക്കിത് മാറ്റിയേ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. തണുക്കാൻ വെക്കണം, എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. റെഡിയായി, സംഭവം റെഡിയായി. ഇനി ഇരുന്ന് കഴിഞ്ഞാലേ അത് കരിഞ്ഞു പോവും. നമുക്ക് മാറ്റാം. നല്ല ചൂട്, നല്ല ചൂട്. ഈ കൈ 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 അടുപ്പിൻ്റെ ചൂട് ഭയങ്കര. എൻ്റെ അമ്മോ, അവിടെ ഇരി. കുറച്ച് നേരം അവിടെ നിന്ന് തണുക്കട്ടെ. നമുക്ക് ചോറൊക്കെ ഇട്ടുകൊണ്ട് വരാം. നമ്മുടെ ചൂട പീര പറ്റിച്ചെല്ലാം റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് നെത്തോലി എടുത്ത് അതിനകത്തോട്ടിടാം. നല്ല കിടിലം മണം വരുന്നുണ്ട് കേട്ടോ. തൽക്കാലം അത്രയും മതി. പ്ലേറ്റിനകത്തോട്ട് ഇട്ടത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം.
ഇതാ നമ്മുടെ ചൂട കിടക്കുന്നുണ്ട. അതെന്താ മാങ്ങയുടെ ഒരു പീസും ചോറും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുഴച്ച് കഴിക്കാം. വാ, അടിപൊളി കേട്ടാ. നല്ല സൂപ്പർ മണവും പിന്നെ ഒടുക്കത്തെ വിശപ്പും കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വല്ലാത്ത കോമ്പിനേഷൻ കേട്ടാ. നല്ല വിശന്നിരിക്കുമ്പോഴത്തേക്കേ കഴിക്കുമ്പം ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. കുറച്ചും കൂടെ കഴിക്കാം. ഇതിനകത്തൊരു വെളുത്തുള്ളിയുടെ ഒരു പീസുണ്ട് വേണ്ട. സംഭവം എന്തൊക്കെ പറഞ്ഞാലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ചൂട എന്ന് പറഞ്ഞ മീനെ ഏറ്റവും ബെസ്റ്റ് ഈ ഇങ്ങനെ പീര വറ്റിച്ച് കഴിക്കാനാണ്. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വർണ്ണിച്ച് ഇവിടെ ഇരുന്ന് വിശന്ന് കുരുങ്ങുന്നില്ല. ഞാനിനി സ്വസ്ഥമായിട്ട് ഒന്ന് കഴിക്കട്ടെ. അപ്പോഴേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്, ഞാനിത് കഴിക്കട്ടെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, പറ്റുമെങ്കിൽ ചെയ്യ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.